then Gandhi came എന്ന പാഠമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ബൈ ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന്റെ അക്കൗണ്ടാണ്. നെഹ്റുവിന്റെ തന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നിന്ന് എടുത്തതാണ്. ഇറ്റ് ഈസ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധിജി ടു ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനാരിയോ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഗാന്ധിജിയുടെ കടന്നുവരവാണ് നെഹ്റു ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഗാന്ധി കെയിം. ഗാന്ധി വന്നത് ഒന്നാം ലോക യുദ്ധ അനന്തരമായിരുന്നു. After the first world war, everything in India is topsy-turvy condition. ഗാന്ധിയുടെ വരവിന് മുമ്പേ, അതായത് ഒന്നാം ലോക യുദ്ധാനന്തരം ഇന്ത്യയുടെ അവസ്ഥ ദയനീയമായിരുന്നു. അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്ഡ്. തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടേയിരുന്നു, കഷ്ടതകൾ കൂടിക്കൊണ്ടേയിരുന്നു. റിപ്രസീവ് ലെജിസ്ലേഷൻസ് വേർ ദെയർ. അടിച്ചമർത്തുന്ന നിയമങ്ങൾ, കരിനിയമങ്ങൾ, പ്രത്യേകിച്ച് പഞ്ചാബിലും മറ്റുമൊക്കെ കരിനിയമങ്ങളായിരുന്നു. അപ്പോൾ ഈ സമയം ഇന്ത്യ എന്ന് പറയുന്നത് സത്യത്തിൽ ഏതുപോലെയായിരുന്നു? ഒരു വന്യജീവിയുടെ വായിലകപ്പെട്ടിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ പോലെയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ എന്നാണ് നെഹ്റു പറഞ്ഞത്. ഇതിൽ നിന്ന് ഒരു മോചനം അസാധ്യമാണെന്ന് തോന്നുന്ന സമയത്തായിരുന്നു ഗാന്ധിജിയുടെ കടന്നുവരവ്. അപ്പോൾ ഇന്ത്യയെ നോക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ, ഇന്ത്യക്കാരെ എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല എന്ന് വരുന്ന അവസരത്തിലായിരുന്നു ഗാന്ധിയുടെ വരവ്. ഗാന്ധിജി വന്നത് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്, പ്രകാശകിരണം. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരുന്ന ഇന്ത്യക്കാർക്ക് പ്രകാശകിരണം പോലെ, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ഇന്ത്യക്കാർക്ക് ഓക്സിജൻ പോലെ, ഫ്രഷ് എയർ പോലെ, ശുദ്ധവായു പോലെ. അതോടൊപ്പം തന്നെ തിമിരമായിരുന്നവരുടെ ആ തിമിരം, ആ പാട എടുത്തു മാറ്റുന്ന വ്യക്തിയെ പോലെ ഗാന്ധിജി ആക്ട് ചെയ്തു. ഗാന്ധിജി വന്നു. ഗാന്ധിജി കർഷകരെയും അതോടൊപ്പം തൊഴിലാളി വർഗത്തെയും കൂടുതലായിട്ട് ഫേവർ ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഗാന്ധിജിയുടെ ടീച്ചിങ്ങിന്റെ എസെൻസ് എന്ന് പറയുന്നത്, ഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ സത്ത എന്ന് പറയുന്നത് ഫിയർലെസ്നെസ് ആണ്, ഭയമാണ് നമ്മളെ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ഭയമില്ലായ്മ, വിത്തൗട്ട് ഫിയർ അല്ലെങ്കിൽ ഫിയർലെസ്നെസ്. മനസ്സിൽ നിന്ന് പേടിയങ്ങ് എടുത്തു കളയണം. കറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് പല രീതിയിലാണ്. ഇപ്പൊ എനിക്ക് ഒരുപാട് പേടിയുണ്ടെങ്കിൽ ഞാൻ വളരെ ധീരനായിരിക്കും. ഏറ്റവും കൂടുതൽ പേടിയുള്ളവരാണ് ഏറ്റവും വലിയ ധീരന്മാരായിട്ടിരിക്കുന്നത്. ഹിറ്റ്ലറും ഒക്കെ തന്നെ എക്സാമ്പിൾ. ഇപ്പോഴും ഭയങ്കരമായ പേടിയുള്ളവർ എന്ത് ചെയ്യും? പുറമേ ധീരനാണെന്ന് കാണിക്കും. അങ്ങനെയല്ല, മനസ്സിൽ നിന്ന് തന്നെ പേടി ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് വേണ്ടത്. പക്ഷേ ഇതാണ് ഗാന്ധിജി പറഞ്ഞത്. പക്ഷേ എന്തായിരുന്നു? ഇന്ത്യയുടെ ഡോമിനന്റ് ഇമ്പൾസ് എന്ന് പറയുന്നത് ഫിയർ ആയിരുന്നു. എല്ലായിടത്തും പേടി, എല്ലാറ്റിനെയും പേടി. ഓപ്രസിങ്, സ്ട്രാംഗ്ലിങ് ഫിയർ. നമ്മളുടെയൊക്കെ കഴുത്ത് ഞെരിക്കുന്നത് പോലുള്ള പേടിയായിരുന്നു. പോലീസിനെ പേടി, പട്ടാളക്കാരെ പേടി, വൈഡ് സ്പ്രെഡ് സീക്രട്സ്, രഹസ്യ പോലീസിനെ പേടി, ഉദ്യോഗസ്ഥരെ പേടി, നിയമങ്ങളെ പേടി, ലാൻഡ് ലോഡ് മുതലാളിയെ പേടി, പലിശയ്ക്ക് കൊടുപ്പുകാരനെ പേടി, തൊഴിലില്ലായ്മയെ പേടി, പട്ടിണിയെ പേടി. പേടി തന്നെ എല്ലാം വാതിക്ക വന്ന് നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഈ സമയത്തായിരുന്നു ഗാന്ധി നമ്മളോട് ആഹ്വാനം ചെയ്തത്, പേടിക്കരുത്. പക്ഷെ അത് എളുപ്പമൊന്നും ആയിരുന്നില്ല. എങ്കിലും ആ ഭയം ക്രമേണ കുറഞ്ഞു വന്നു. പിന്നെ പേടിയും കള്ളത്തരവും നിങ്ങൾക്കറിയാലോ, ഒരുമിച്ചേ പോകും. നിങ്ങളായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാൻ, നിങ്ങൾ എത്ര കള്ളം പറഞ്ഞു, ഇന്ന് എത്ര കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നലെ എത്ര കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ഇതുവരെ എത്ര കള്ളം പറഞ്ഞു. എല്ലാം എന്തുകൊണ്ടാണ്? പേടി കൊണ്ടാണ്. ഒന്നുകിൽ എന്താണ്? സമൂഹം നമ്മളെ ഇകഴ്ത്തിക്കാട്ടുമെന്നുള്ള പേടി കൊണ്ട് നമ്മൾ സമൂഹത്തോട് കള്ളം പറയും. നമ്മളുടെ സുപ്പീരിയർ നമ്മളെ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വഴക്ക് പറയുമെന്ന് വിചാരിച്ചു, നമ്മൾ കള്ളം പറയും. എപ്പോഴും പേടി കൊണ്ടാണ് കള്ളം പറയുന്നത്. പേടിയില്ലാത്തടത്ത് കള്ളമില്ല. ഗാന്ധിയുടെ മെത്തേഡ് സൈക്കോ അനലിറ്റിക്കലായിരുന്നു. മനുഷ്യ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് പേടിയെ ഇല്ലാതാക്കുന്ന അവസ്ഥയായിരുന്നു. അതിന് അതിൻ്റെതായ റിസൾട്ടും ഉണ്ടായി. ഇന്ത്യക്കാർ കൂടുതൽ പേടി ഇല്ലാത്തവരായി മാറി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്താണ് സത്യം എന്നുള്ളത്. സത്യം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സത്യം മറ്റുള്ളവർക്ക് കള്ളമായിരിക്കാം, മറ്റുള്ളവരുടെ കള്ളം ചിലപ്പോൾ നമുക്ക് സത്യമാവാം. റിലേറ്റീവ് ആണത്. പക്ഷെ എങ്കിലും നമ്മളുടെ മനസ്സുകൊണ്ട് നമുക്കറിയാവുന്നതാണ് സത്യം എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം. നമ്മളുടെ മനസ്സിൽ അറിയാവുന്നതാണ് സത്യം. ഗാന്ധിജി ഇന്ത്യക്കാരെ ഒരുപാടായിട്ട് സ്വാധീനിച്ചു എന്നുള്ളതാണ്. ഗാന്ധിയുടെ സ്വാധീനത്തിൽ എല്ലാവരും എത്തി. ഗാന്ധിയുടെ കോൾ ഓഫ് ആക്ഷൻ, ഗാന്ധിയുടെ ആഹ്വാനം രണ്ട് രീതിയിലുള്ളതായിരുന്നു.
ഒന്നെന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. നിങ്ങൾ എന്ത് ചെയ്യണം? വെല്ലുവിളിക്കണം, അതോടൊപ്പം തന്നെ തടയണം വിദേശാധിപത്യം, അതോടൊപ്പം തന്നെ ഫൈറ്റ് അഗൈൻസ്റ്റ് സോഷ്യൽ ഈവിൾ, സാമൂഹ്യ തിന്മകൾക്കെതിരെ നിങ്ങൾ പൊരുതണം. പിന്നെ കോൺഗ്രസിന്റെ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നല്ലോ, ഫ്രീഡം ഓഫ് ഇന്ത്യ, സ്വാതന്ത്ര്യമാണല്ലോ. കോൺഗ്രസ് വിഭാവന ചെയ്തത് സ്വതന്ത്ര ഇന്ത്യ. അതിലെ മെത്തേഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പീസ്ഫുൾ ആക്ഷൻ, സമാധാനത്തിലൂടെ സ്വാതന്ത്ര്യം. കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് തന്നെ ദേശീയ ഐക്യമായിരുന്നു. മൈനോറിറ്റി പ്രോബ്ലം സോൾവ് ചെയ്യണം. മുസ്ലിം വിഭാഗങ്ങൾ, അതുപോലെ പല വിഭാഗങ്ങളുമുണ്ടല്ലോ, മൈനോറിറ്റി, ന്യൂനപക്ഷ വിഭാഗങ്ങൾ. പിന്നെ അൺടച്ചബിലിറ്റി ഇല്ലാതാക്കണം. ഡിപ്രസ്ഡ് ക്ലാസ്സസ് ഉണ്ട്, ജാതിയിൽ കുറഞ്ഞവരെയൊക്കെ അടിച്ചമർത്തിയിട്ടിരിക്കുക, ദളിതർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ അടിച്ചമർത്തിയിട്ടിരിക്കുന്നു. അപ്പോഴവരെയൊക്കെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണം. ഗാന്ധി റിയലൈസ്ഡ്, ഗാന്ധി മനസ്സിലാക്കി, ഈ ബ്രിട്ടീഷ് ഭരണമാകുന്ന കൊട്ടാരം കെട്ടിവെച്ചിരിക്കുന്നത് ഏതിലാണ്? പേടിയിലാണ്. Prestige, cooperation of the people and certain classes whose vested interest were centered in British rule. ഗാന്ധി attacked these foundations. ഈ അടിസ്ഥാനങ്ങളെയാണ് ഗാന്ധി ആക്രമിച്ചത്. Titles were to be given up. നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ വലിച്ചെറിയണമെന്ന് ഗാന്ധി പറഞ്ഞു. Though the title holders, ടൈറ്റിൽ ഉള്ളവർ അതിനോട് പ്രതികരിച്ചില്ല. നിങ്ങളിൽ ഉള്ള എന്തെങ്കിലും വലിച്ചെറിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല. അതേസമയം നിങ്ങളിൽ ഇല്ലാത്തതൊക്കെ വലിച്ചെറിയണമെന്നാണ് പറയുന്നെങ്കിലോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. അപ്പോഴ് ഇതാണല്ലോ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധി ടൈറ്റിൽസ് ഒക്കെ തന്നെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു. അപ്പോഴിത് ടൈറ്റിൽ ഹോൾഡേഴ്സിന് അത്ര ഇഷ്ടമല്ല. എങ്കിലും ബ്രിട്ടീഷ് ടൈറ്റിൽസിനോടുള്ള പഴയ ആദരവ് ഇപ്പൊ ഇല്ലാതായി. ഗമയ്ക്ക് ആരും പറഞ്ഞുകൊടുക്കാത്ത അവസ്ഥയെത്തി. അതുപോലെ തന്നെ ആൾക്കാർ ഗാന്ധിയുടെ സ്വാധീനത്തിൽ അല്പം കൂടെ സിമ്പിളായി, പുറമേയെങ്കിലും സിംപ്ലിസിറ്റി കാണിച്ചു തുടങ്ങി. പിന്നെ എന്തായിരുന്നു? ഗാന്ധി ഞങ്ങളോടൊക്കെ വില്ലേജസിലേക്ക് പോകാൻ പറഞ്ഞു. വില്ലേജേഴ്സിന് ഞങ്ങൾ കണ്ടു. ആ ചെളി വെച്ചുണ്ടാക്കിയ വീടുകളിലും മറ്റും കഴിയുന്ന വില്ലേജേഴ്സിന് ഞങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ സത്യത്തിൽ ഇന്ത്യൻ ഇക്കണോമിക്സ് എന്താണെന്ന് ഞങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചത്. ഇന്ത്യൻ ഇക്കണോമിക്സ് എന്താണെന്ന്. പിന്നെ എന്തായിരുന്നു ഗാന്ധി വിഭാവന ചെയ്ത ഇന്ത്യ? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗാന്ധി വിഭാവന ചെയ്യുന്ന ഇന്ത്യ. I shall work for an India in which the poorest shall feel that it is their country. ഞാൻ അത്തരം ഒരു ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇവിടുത്തെ ഓരോ പാവപ്പെട്ടവരും എന്ത് തോന്നണം? ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് തോന്നണം. In house making they have an effective voice. ആ ഇന്ത്യയുടെ രൂപപ്പെടലിൽ അവർക്ക് അവരുടേതായ ശബ്ദമുണ്ടെന്ന് തോന്നുന്നു. An India in which there shall be no high class and low class of people. ആ ഇന്ത്യയിൽ ഹൈ ക്ലാസ്സും ഉണ്ടാവില്ല, ലോ ക്ലാസ്സും ഉണ്ടാവില്ല. An India in which all communities shall live in perfect harmony. ആ ഇന്ത്യയിൽ എല്ലാ സമൂഹങ്ങളും എല്ലാ സമുദായങ്ങളും ഒരുമയോടെ ജീവിക്കുന്ന ഇന്ത്യ, എല്ലാം സന്തോഷത്തിൽ ജീവിക്കുന്ന ഇന്ത്യ. There can be no room in such an India for the curse of untouchability. തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ശാപമില്ലാത്ത ഇന്ത്യ. Untouchability of the curse of intoxicating drinks and drugs. ആ ശാപം, മയക്കുന്ന മരുന്നുകൾ, മയക്കുമരുന്നും മദ്യവും ഒന്നുമില്ലാത്ത ഇന്ത്യ. ഇതാണ് ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യ. അൺടച്ചബിലിറ്റി ഇല്ലാത്ത ഇന്ത്യ, ദളിതർക്ക് ഒക്കെ അവകാശങ്ങളുള്ള ഇന്ത്യ, അടിച്ചമർത്താത്ത ഇന്ത്യ, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മോചനം കിട്ടിയ ഇന്ത്യ. അപ്പോൾ ഗാന്ധി വിഭാവന ചെയ്യുന്ന ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓരോ പാവപ്പെട്ട വ്യക്തിക്കും എന്ത് തോന്നണം? ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് തോന്നണം. അവന്റെ അവകാശങ്ങൾ അവന് കിട്ടിയിരിക്കണം. ഈ ഇന്ത്യയിൽ എന്ത് കാണാൻ പാടില്ല? ഹൈ ക്ലാസ്, ലോ ക്ലാസ്, ധനികർ, ദരിദ്രർ, അങ്ങനെയൊന്നും കാണാൻ പാടില്ല. ആൻഡ് ഇന്ത്യ ഇൻ വിച്ച് ഓൾ കമ്മ്യൂണിറ്റീസ്, ജാതി വ്യവസ്ഥയൊന്നും പാടില്ല. കുറഞ്ഞ ജാതി, കൂടിയ ജാതി, അങ്ങനെയുള്ള രീതികൾ പാടില്ല. എല്ലാ ജാതിക്കാരും ഒരേപോലെ ജീവിക്കുന്ന ഇന്ത്യ. ആ ഇന്ത്യയിൽ എന്ത് കാണാൻ പാടില്ല? തൊട്ടുകൂടായ്മ പാടില്ല. നീ ദളിതനാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല. ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യയിൽ മദ്യമില്ല, മയക്കുമരുന്നില്ല. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മെൻ. അതോടൊപ്പം ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യയിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തുല്യ അവകാശമാണ്. സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ ഒരു മാറ്റമില്ല ഇന്ത്യയിൽ. മാറ്റം ഉണ്ടാവരുത്.
സ്ത്രീകൾക്കായിട്ട് മാറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശനമില്ല, ഇവിടെ സ്ത്രീകൾ കയറാൻ പാടില്ല, ഇങ്ങനെയൊന്നും പറയാത്ത ഇന്ത്യ. ഇതാണ് ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യ. അപ്പോൾ ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യയിൽ സ്ത്രീ പുരുഷ സമത്വം യഥാർത്ഥ അർത്ഥത്തിലായിരിക്കും, യഥാർത്ഥ അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ സ്ത്രീകൾ പ്രവേശിക്കരുത്, ഇവിടെ സ്ത്രീക്ക് പ്രവേശനമില്ല, ഇങ്ങനെയൊന്നും എഴുതി വെക്കാത്ത ഇന്ത്യ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഗാന്ധിയുടെ വിഭാവന ചെയ്ത ഇന്ത്യ? ഓരോ ഇന്ത്യക്കാരനും, ഓരോ പാവപ്പെട്ട വ്യക്തിക്കും എന്ത് തോന്നണം? ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് തോന്നണം. ആ ഇന്ത്യയാണ് ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യ. ഇന്ത്യ രൂപപ്പെടുന്നതിൽ അവരുടെ ശബ്ദവും ഉണ്ടാവണം, അവരുടെ പ്രതിനിധി അവിടെ ഉണ്ടാവണം. ആ പാർലമെന്റിലും മറ്റുമൊക്കെ തന്നെ ആ പാവപ്പെട്ടവന്റെ പ്രതിനിധികൾ ഉണ്ടാവുകയും ആ പാവപ്പെട്ടവരുടെ ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുകയും വേണം. ആ ഇന്ത്യയിൽ എന്ത് കാണാൻ പാടില്ല? ഹൈ ക്ലാസും ലോ ക്ലാസും കാണാൻ പാടില്ല. എല്ലാ സമുദായങ്ങളും ഒരേപോലെ ജീവിക്കുന്ന ഇന്ത്യ. ഇവിടെ തൊട്ടുകൂടായ്മയില്ല, മദ്യമില്ല, മയക്കുമരുന്നില്ല, സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം തുല്യ അവകാശമുള്ള ഇന്ത്യ. അതാണ് ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യ. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് എൻ്റെ സ്വപ്ന ഇന്ത്യ. അപ്പോൾ ചിലപ്പോൾ ഈ സെന്റൻസ്, ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, നൗ റൈറ്റ് അബൌട്ട് യുവർ ഇന്ത്യ, യുവർ ഡ്രീം ഇന്ത്യ. അപ്പോഴും നിങ്ങൾ എന്തെഴുതാൻ പറ്റും? ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ഈസ് എ കൺട്രി, എ പ്രോസ്പെറസ് കൺട്രി. ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്, എൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യ ഐശ്വര്യസമൃദ്ധമായൊരു ഇന്ത്യ. There will be no unemployment in that India. ആ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കാണില്ല. There will be no poverty, ദാരിദ്ര്യം കാണില്ല. There will be no untouchability, തൊട്ടുകൂടായ്മ പാടില്ല. All communities will live in perfect harmony. There will be no caste system and things like that. ഈ മറ്റുള്ളവരെ അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കുന്ന ജാതി വ്യവസ്ഥ ഒന്നും കാണാത്ത ഇന്ത്യ. There will be perfect harmony. All people will live peacefully. എല്ലാവരും സമാധാനത്തോടെ കഴിയുന്ന ഒരു ഇന്ത്യ. ഇതാണ് ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യ. Now, millions are living without a proper roof on their heads. ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്നും സ്വന്തമായി വീടില്ല. Millions are there without square meals a day. ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇന്നും ഒരു നേരത്തെ പോലും നല്ല ആഹാരം കിട്ടുന്നില്ല. This is the India now. ഇതാണ് ഇന്ത്യ. Majority of the Indians are illiterate. ഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരും നിരക്ഷരരായിട്ടുള്ള ഇന്ത്യ. ഇതാണ് ഇന്ത്യ. അപ്പോൾ ഈ ഇന്ത്യയാണ് മാറേണ്ടത്. ഈ ഇന്ത്യ മാറ്റണം. There will be peace, prosperity, സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉള്ള ഒരു ഇന്ത്യ ആയിട്ടാണ് ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യ. അപ്പോഴിങ്ങനെ കുറച്ച് സെന്റൻസുകൾ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസിനെ പറ്റിയതാണ്. അപ്പോഴേ ഇന്ത്യ ഓഫ് ഗാന്ധിസ് ഡ്രീം പറഞ്ഞായിരുന്നു, proud of his Hindu inheritance as he was, he tried to give Hinduism a kind of universal attire and included all religions within the fold of truths. Proud of his Hindu inheritance, ആ ഹിന്ദു പൈതൃകത്തിൽ ഗാന്ധിജി അഭിമാനിച്ചിരുന്നു. He tried to give Hinduism a kind of universal attire. പക്ഷേ ഗാന്ധിയുടെ ഹിന്ദുയിസം വ്യത്യസ്തമായിരുന്നു. ആ ഹിന്ദുയിസത്തിന് എന്തുണ്ടായിരുന്നു? ഒരു ലോകവ്യാപകത ഉണ്ടായിരുന്നു. യൂണിവേഴ്സൽ അറ്റയർ ഡ്രസ്. അപ്പോഴാ ലോകവ്യാപകമായ ഒരു കുപ്പായമാണ് അതിനുള്ളത്. He refused to narrow his cultural inheritance. തന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇടുങ്ങിയതാക്കാൻ ഗാന്ധിജി ഒരിക്കലും ശ്രമിച്ചില്ല. തന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇടുങ്ങിയതാക്കാൻ ഇന്ത്യൻ കൾച്ചർ he wrote is neither Hindu, Islamic nor any other holy. It is a fusion of all. ഗാന്ധി പറഞ്ഞു, ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈസ് നൈദർ ഹിന്ദു, അത് ഹിന്ദു സംസ്കാരമല്ല, അത് ഇസ്ലാമിക് സംസ്കാരമല്ല, നോർ എനി അതർ ഹോളി, ടോട്ടലായിട്ട് ഒന്നുമല്ല. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. ആ ഇന്ത്യൻ സംസ്കാരം ഇതിന്റെ എല്ലാം സമന്വയമായിരിക്കണം. ഹിന്ദു, മുസ്ലിം, അതുപോലെ എല്ലാം കൂടെ ചേരുന്ന ഒന്നായിരിക്കണം ഇന്ത്യ. ഇന്ത്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം അത് തന്നെയാണ്. Neither Hindu, Islamic nor any other holy. It is a fusion of all. അത് മിക്സിംഗ് ആയിരിക്കണം. Again he said, വീണ്ടും പറഞ്ഞു, I want the culture of all land to be blown about to my house as freely as possible. എല്ലാ സംസ്കാരവും പൂവണിയാണ്. എല്ലാ സംസ്കാരവും
ബട്ട് ഐ refuse to be blown off my feet by any. പക്ഷെ ഒരു സംസ്കാരത്തിലും അകപ്പെടാൻ എന്നെ കിട്ടില്ല. ഞാൻ ഇന്നതിന്റെ വക്താവാണെന്ന് ഞാൻ പറയത്തില്ല. പകരം എന്തായിരിക്കും? ഞാൻ ഇന്ത്യയുടെ മൊത്തം വക്താവായിരിക്കും. ഞാൻ ഇന്ന മതത്തിന്റെ വക്താവല്ല, എല്ലാ മതത്തിന്റെയും വക്താവായിരിക്കും. ഞാൻ ഇന്ന സംസ്കാരത്തിന്റെ വക്താവല്ല, എല്ലാ സംസ്കാരത്തിന്റെയും വക്താവാണ്. I refuse to live in other people's houses as an interloper. അതിക്രമിച്ച് കടക്കുന്ന വ്യക്തിയെ പോലെ മറ്റൊരു വീട്ടിൽ കഴിയാൻ എനിക്ക് പറ്റില്ലല്ലോ. എ beggar or a slave, ഒരു ഭിക്ഷക്കാരനെ പോലെ, ഒരു അടിമയെ പോലെ. നിങ്ങളുടെ സംസ്കാരമാണ് വലുത്, അടിമയായി ഞങ്ങൾ കൂടി വിടുന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് കഴിയാൻ പറ്റില്ല. എല്ലാ സംസ്കാരങ്ങളുടെയും സമുന്നയമായ ഒരു ഇന്ത്യ, എല്ലാ സമുദായങ്ങൾക്കും തുല്യാവകാശങ്ങളുള്ള ഇന്ത്യ, എല്ലാവരും നല്ലതുപോലെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഇന്ത്യ, ഇതാണ് ഞാൻ വിഭാവന ചെയ്യുന്ന ഇന്ത്യ. Influenced by modern thought currents, ആധുനിക ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ടിട്ട്, he never let go of his roots and clung to them tenaciously. തന്റെ റൂട്ട്സിൽ നിന്ന്, തന്റെ അടിസ്ഥാനത്തിൽ നിന്ന്, തന്റെ വേരുകളിൽ നിന്ന് ഗാന്ധി മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ഉറച്ചു തന്നെ ഗാന്ധി നിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോഴ് ഈ പാരഗ്രാഫിൽ ഇപ്പൊ ഗാന്ധിയുടെ സ്വപ്ന ഇന്ത്യയെ പറ്റി പറഞ്ഞു. ഗാന്ധിയുടെ സ്വപ്ന ഇന്ത്യ എന്ന് വെച്ചാൽ ഓരോ ഇന്ത്യക്കാരനും, ഓരോ പാവപ്പെട്ട വ്യക്തിക്കും എന്ത് തോന്നണം? ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് തോന്നണം. ഇൻ ഇന്ത്യ there will be no high class or low class. ഇവിടെ ഹൈ ക്ലാസ് ലോ ക്ലാസ് ഉണ്ടാകത്തില്ല. എല്ലാ കമ്മ്യൂണിറ്റീസും പെർഫെക്റ്റ് ഹാർമണിയോട് കൂടി ജീവിക്കുന്ന ഇന്ത്യ. ഈ ഇന്ത്യയിൽ എന്ത് കാണത്തില്ല? അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ കാണത്തില്ല. മദ്യം കാണില്ല, മയക്കുമരുന്ന് കാണില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവകാശമുള്ള ഇന്ത്യ. ഇതാണ് ഗാന്ധി വിഭാവന ചെയ്യുന്ന ഇന്ത്യ. മറ്റൊരു സംസ്കാരത്തിന്റെ കീഴിൽ, മറ്റൊരു ഗ്രൂപ്പിന്റെ കീഴിൽ കുറഞ്ഞൊരു വ്യക്തിയായി ജീവിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. It is not surprising, അതിശയമില്ല, that this astonishingly vital man, ഞെട്ടിപ്പിക്കുന്ന vital man, important person, ഗാന്ധി, full of self-confidence, ആത്മവിശ്വാസമുള്ള വ്യക്തി, an unusual kind of power, അസാധാരണ ശക്തിയുള്ള വ്യക്തി, സ്റ്റാൻഡിങ് ഫോർ ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം, എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? തുല്യതയ്ക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്നു. ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിക്കും. ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. ഫാസിനേറ്റഡ്, അങ്ങനെ നിലകൊണ്ട വ്യക്തി. ഫാസിനേറ്റഡ്, അട്രാക്റ്റഡ്, ആകർഷിക്കപ്പെട്ടു. ദ മാസസ് ഓഫ് ഇന്ത്യ, ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജനക്കൂട്ടത്തെ ആകർഷിച്ചു. ഫാസിനേറ്റഡ്, ഇൻഫ്ലുവൻസ്ഡ് ദ മാസസ് ഓഫ് ഇന്ത്യ and attracted them like a magnet. ഈ വിചിത്ര വ്യക്തി, ഈ നല്ല വ്യക്തി, ഈ ഗാന്ധിജി എന്ത് ചെയ്തു? ഇന്ത്യക്കാരെ ആകർഷിച്ചു. ഏതുപോലെ? ജസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ് attracts, ഒരു കാന്തം എങ്ങനെയാണോ ആകർഷിക്കുന്നത് അതുപോലെ. He seemed to them to link up the past with the future. He seemed to them, എന്തായിരുന്നു? To link up, connect the past with the future, past ഉം ഫ്യൂച്ചറും തമ്മിലുള്ള കണക്ഷൻ. And to make the dismal present, വിഷാദത്തിൽ അധിഷ്ഠിതമായ പ്രസന്റിനെ, appear just as a stepping stone to the future of life and hope. എന്താക്കി മാറ്റാൻ ഗാന്ധി പഠിപ്പിച്ചു? ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഇന്നത്തെ ദുഃഖം, ഇന്നത്തെ പരാജയത്തെ ഒരു ചവിട്ടുപടിയാക്കി മാറ്റണം. Just as a stepping stone to the future of life and hope, ഭാവിയിലേക്ക്, ഭാവി ജീവിതത്തിലേക്ക്, പ്രതീക്ഷയിലേക്ക്. അപ്പോഴ് defeats must be just like the stepping stones to success. വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായിരിക്കണം പരാജയങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയെ ഒരു ചവിട്ടുപടിയാക്കി ഗാന്ധി ഉപയോഗിച്ചു നന്മയിലേക്കുള്ള യാത്രയിൽ. Thus he effected a vast psychological revolution. അങ്ങനെ ഉണ്ടാക്കിയെടുത്തു വലിയ ഒരു മനഃശാസ്ത്ര വിപ്ലവം. നോട്ട് ഓൺലി among those who followed his lead, ഗാന്ധിയുടെ സ്വാധീനത്തിൽ വന്നവർ മാത്രമല്ല, but also among his opponents, ഗാന്ധിയുടെ ശത്രുക്കൾ, and those many neutrals, പക്ഷം പിടിക്കാത്തവർ, who could not make up their minds, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല. what to think and what to do, ഏതാണ് നല്ലത്, ഏതാണ് ശരി എന്ന് ചിന്തിക്കാൻ കഴിയാത്തവരെയും ഗാന്ധി ഒരുപാട് സ്വാധീനിച്ചു.
ലാസ്റ്റ് വരെ പറയുന്നത് ഗാന്ധിജി എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി അസാധാരണമായ ആത്മവിശ്വാസവും അസാധാരണ ശക്തിയും ഉണ്ടായിരുന്ന വ്യക്തി ഇന്ത്യക്കാരെ ഒന്നടങ്കം ആകർഷിച്ചു. ഏതുപോലെ ഒരു മാഗ്നറ്റ് പോലെ നമ്മളുടെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥയെ ഗാന്ധി എന്താക്കി മാറ്റി? ഒരു ചവിട്ടുപടി, ഭാവിയിലേക്കുള്ള പുരോഗതിയിലേക്കുള്ള ഒരു ചവിട്ടുപടി. അങ്ങനെ ഒരു മനഃശാസ്ത്രമായ മാറ്റമാണ് ഗാന്ധി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. പല ആൾക്കാരും പല ആറ്റിറ്റ്യൂഡായിരുന്നു. ചിലർക്ക് എന്ത് ചിന്തിക്കണമെന്നും എന്ത് പറയണമെന്ന് പറഞ്ഞുകൂടായിരുന്നു. പക്ഷെ എല്ലാവരെയും ഗാന്ധി സ്വാധീനിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഗാന്ധി ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ഗാന്ധി വെയിറ്റേഴ്സ് ഉണ്ടായിരുന്നു, നിഷ്പക്ഷരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഒക്കെ തന്നെ ഗാന്ധി സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഇത്രയാണ് പാഠം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നാണ് പാഠത്തിന്റെ പേര്. എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഗാന്ധിയെ പറ്റിയാണ്. നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൽ നിന്നാണ് എടുത്തത്. ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക യുദ്ധ അനന്തരമായിരുന്നു. ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ എവരിത്തിങ് ഇൻ ഇന്ത്യ ഈസ് ഇൻ എ ടോക്സി കണ്ടീഷൻ. ഇന്ത്യയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു, കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയായിരുന്നു. ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെന്റ്, ഇൻക്രീസിങ് പോവർട്ടി, ദാരിദ്ര്യം ഇങ്ങനെ കൂടിക്കൊണ്ടുവന്നു, തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടുവന്നു. ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്ത പട്ടാളക്കാർ കൈകാലികളില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു. പലരും അവരും തൊഴിലില്ലാത്തവരായി മാറി. ദയനീയതയുടെ അങ്ങേയറ്റം. The condition of India was just like the condition of a lamb under a ferocious animal, under the grip of a ferocious animal. ഒരു ഭീകര ജീവിയുടെ വായിലകപ്പെട്ടു പോയിരിക്കുന്ന ഒരു മാൻപേടയെ പോലെയായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ എന്നാണ് നെഹ്റു പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഗാന്ധിജി വരികയാണ് രാഷ്ട്രീയത്തിലേക്ക്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക്. ആ ഗാന്ധിയുടെ വരവ് ഏതുപോലെയായിരുന്നു? ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഇന്ത്യക്കാരുടെ മുമ്പിൽ പ്രകാശകിരണം പോലെ. ശുദ്ധവായു ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന രോഗികളാകുന്ന ഇന്ത്യക്കാർക്ക് ശുദ്ധവായു പോലെ ഗാന്ധിജി വന്നു. തിമിരം കാരണം കാഴ്ചയില്ലാത്തവരുടെ കണ്ണുകളിൽ നിന്ന് ആ പാട അയാൾ എടുത്തു മാറ്റി ഇന്ത്യക്കാരെ നേർവഴിക്ക് നയിക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. ഗാന്ധി ശ്രമിച്ചു. ഇതാണ് ഗാന്ധിജി. അപ്പോഴും ഗാന്ധിജി വന്നു. ഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ എസെൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രൂത്ത് ആയിരുന്നു, സത്യമാണ്, അഫയ, ഫിയർലെസ്നെസ്. അതാണ് സത്യത്തിൽ ഗാന്ധിജിയുടെ എസെൻസ് ഓഫ് ഹിസ് ടീച്ചിങ്. ഗാന്ധിയുടെ ടീച്ചിങ്ങിന്റെ എസെൻസ് എന്ന് പറയുന്ന ഫിയർലെസ്നെസ് ആണ്. ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്, അഫയ, ഫിയർലെസ്നെസ്. വെറുതെ ബോഡിയിലെ കറേജ് അല്ല, കറേജ് ഓഫ് ദ മൈൻഡ്, മാനസികമായ ധൈര്യമാണ്. സത്യത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യയോട് പടുത്തുയർത്തിയിരിക്കുന്ന എന്തിന്റെ ബലത്തിലാണ്? പേടിയുടെ ബലത്തിലാണ്. ഇന്ത്യക്കാർക്ക് മൊത്തം പേടിയായിരുന്നു. സീക്രട്ട് സർവീസിനെ പേടി, ആർമിയെ പേടി, പോലീസിനെ പേടി. ആരുടെടുത്തും സംസാരിക്കാൻ പറ്റുകയില്ല. ആരാണ് സീക്രട്ട് പോലീസിലുള്ളത് എന്ന് പോലും അറിയാൻ പറ്റുകയില്ല. മണി ലെൻഡറെ പേടി, എല്ലാത്തിനെയും പേടിയായിരുന്നു. പട്ടിണി പേടി. ഇതിനെതിരെയാണ് ഗാന്ധിയുടെ ശബ്ദം കേട്ടത്. ബി നോട്ട് അഫ്രൈഡ്, പേടിക്കരുത് എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ ക്രമേണ ഗാന്ധി ഇന്ത്യക്കാരിലേക്ക് ധൈര്യം പകർന്നു കൊടുത്തു. അങ്ങനെ ഇന്ത്യക്കാരുടെ പേടി ഒരു പരിധി വരെ മാറി. ഗാന്ധിജി ആ പേടി എവിടെയാണെന്ന് കണ്ടെത്തി. എന്നിട്ട് മനസ്സിന്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് ആ പേടി എടുത്തു മാറ്റുകയായിരുന്നു. സത്യമെന്ന് പറഞ്ഞാൽ പലപ്പോഴും റിലേറ്റീവാണ്. പക്ഷെ നമ്മളുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്നത്, മനസ്സിന് തോന്നുന്നത്, അതാണ് സത്യം എന്ന് പറയാം. ഗാന്ധിജി ഒരുപാട് ആൾക്കാരെ സ്വാധീനിച്ചു. പല ആൾക്കാരും പല രീതിയിലാണ് പ്രതികരിച്ചത്. ഗാന്ധിയുടെ കോൾ ഓഫ് ആക്ഷൻ രണ്ട് രീതിയിലുള്ളതായിരുന്നു. ഒന്ന്, വിദേശാധിപത്യത്തെ എതിർക്കുക, വെല്ലുവിളിക്കുക. രണ്ടെന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ സാമൂഹ്യ തിന്മകളെ ഇല്ലാതാക്കലായിരുന്നു. പിന്നെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ദേശീയ ഐക്യമായിരുന്നു. ആ ദേശീയ ഐക്യം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മൈനോറിറ്റി പ്രോബ്ലംസ് ഉണ്ട്, അതിന് സൊല്യൂഷൻ ഉണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ കിട്ടണം, അധകൃത വർഗത്തിന്റെ, ദളിത് വിഭാഗത്തിന്റെ അവകാശങ്ങൾ കിട്ടണം, അൺടച്ചബിലിറ്റി ഇല്ലാതാക്കണം. ഇതൊക്കെയുണ്ട്. അപ്പോഴ് ബ്രിട്ടീഷ് സാമ്രാജ്യം പടുത്തുയർത്തിയിരിക്കുന്നത് പേടിയാകുന്ന തൂണിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഗാന്ധി അതിനെ ആക്രമിച്ചു. പേടി മാത്രമല്ല, അതോടൊപ്പം അന്തസ്സ്, അഭിമാനം, കോപ്പറേഷൻ, സഹകരണം, ഇതിലൊക്കെ അധിഷ്ഠിതമാണ്. ഇതിനെയൊക്കെ ഗാന്ധി ആക്രമിച്ചു. അതായത് ഗാന്ധി ആഹ്വാനം ചെയ്തു, ബ്രിട്ടീഷുകാർ തന്നിട്ടുണ്ടെന്ന് പറയുന്ന ടൈറ്റിലുകൾ നിങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യമൊന്നും ആൾക്കാർക്ക് കൂട്ടാക്കിയില്ല. എങ്കിലും ടൈറ്റിലിനെ പറ്റിയുള്ള റെസ്പെക്ട് അങ്ങ് ഇല്ലാതായി. അതോടുകൂടി ഞങ്ങളൊക്കെ വില്ലേജുകളിലേക്ക് പറഞ്ഞയച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു അനുഗ്രഹമായിരുന്നു. ഇന്ത്യൻ ഇക്കണോമിക്സ് ഞങ്ങൾ നല്ലതുപോലെ പഠിച്ചു വാക്കുടിലുകളിൽ നിന്ന്.
പിന്നെ ഗാന്ധിക്ക് ഗാന്ധിയുടേതായ ഒരു ഗാന്ധി തന്നെ വിഭാവന ചെയ്യുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ഗാന്ധിയുടെ സ്വപ്ന ഇന്ത്യ. എന്താണ് ഗാന്ധിയുടെ സ്വപ്ന ഇന്ത്യ? ഓരോ പാവപ്പെട്ട വ്യക്തിക്കും ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് എപ്പോഴും തോന്നണം. കാണാതെ പഠിക്കുകയല്ല, പകരം തോന്നണം. ഇന്ത്യയുടെ രൂപാന്തരത്തിൽ ഗാന്ധിക്ക് സാധാരണക്കാർക്ക് അവരുടേതായ സ്വാധീനം വേണം. ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഒന്നും തന്നെ പാടില്ല. ഇന്ത്യയിൽ മദ്യം, മയക്കുമരുന്ന് ഇവ പാടില്ല. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെ തുല്യ അവകാശം വേണം. ഇതായിരുന്നു ഗാന്ധി വിഭാവന ചെയ്ത ഇന്ത്യ. അപ്പോൾ ഈ ഗാന്ധി എല്ലാവരുടെയും സ്വാധീനത്തിൽ വന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവരിലും നല്ല സ്വാധീനമാണ് ഗാന്ധി ഉണ്ടാക്കിയത്. ഇതാണ് പാഠം.